ഹലോ, പറഞ്ഞോളൂ. ഹലോ അഭിരാം സാർ, ആ ഡ്രൈവർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലേഡിയുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സാറിന്ന് ഓഫീസിലേക്ക് വരുമോ? ദാ ഇപ്പോൾ വരാം. താങ്ക് യു. വസുന്ധര, വസുന്ധര. എന്താ ഏട്ടാ? ക്യാബ് ഓണർ വിളിച്ചിരുന്നു. മർഡർ സ്പോട്ടിലുണ്ടായിരുന്ന പെണ്ണ് ആരാണെന്നും എന്താണെന്നുള്ള വിവരം ഡ്രൈവർ പറയാമെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഡ്രൈവർ പറയുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ കൊലപാതകയെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഏട്ടാ? തീർച്ചയായിട്ടും. ഇനി കേസ് തുടങ്ങാനുള്ള സമയമായി. വരൂ പോവാം. മർഡർ ചെയ്ത പെണ്ണിന്റെ വിവരങ്ങൾ കിട്ടിയെന്നോ? ഈ വിവരം ഉടനെ കാർത്തികയെ അറിയിക്കണം. ദമയന്തിയോടും പറയണം. എന്താ കുഞ്ഞമ്മേ, എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നത്? ജോലിയൊന്നും അല്ലടി. വീട്ടിൽ അതുപോലത്തെ ആൾക്കാരുടെ ഇടയില് ഒരേ ടെൻഷനായിരിക്കുക. പുറത്തു വന്ന് ഈ കാറ്റും കൊണ്ട് സന്തോഷായിട്ടിരിക്കാന്നാ വിചാരിച്ച്. അനിയ 2 കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവാ. ഹായ് ആന്റി. ഹലോ ചേച്ചി, നിങ്ങൾ എന്താ ഇവിടെ? ചെറിയൊരു ജോലിയായിട്ട് വന്നതാ. നീ എന്താ ഇവിടെ? ഞാനും ഒരു ജോലിയായിട്ട് വന്നതാ. എന്തുണ്ട് വിശേഷം ചേച്ചി? മകളെ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുക, അല്ലാതെ എന്ത് ചെയ്യാന്? സോറി ചേച്ചി, ആന്റി ഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. ശിവാനിക്ക് സംഭവിച്ചതെല്ലാം കേട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. വീട്ടിൽ വന്ന് നേരിട്ട് കാണാമെന്നാ വിചാരിച്ചേ. പക്ഷെ ആ വീട്ടിലുള്ളവരുണ്ടല്ലോ, മനുഷ്യരല്ല, രാക്ഷസമാരാ. ജീവനോടെ ഉള്ളവരെ പിച്ച് ചീന്തുന്നവരാ. ആ രാക്ഷസന്മാര് കാരണമല്ലേ ശിവാനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. അവരാണ് ശിവാനിയെ ശരിക്കും കൊന്നത്. എന്താ പറയുന്ന ആന്റി? ശിവാനിയെ അവര് കൊന്നോ? അതേ മോളെ, പാവം ദമയന്തി ശിവാനിയെ അഖിലിന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് കരുതിയതാ. പക്ഷേ ആ വസുന്ധരാണെങ്കിൽ ശിവാനിയെ മാറ്റി നിർത്തി ആ നന്ദിനിയെ മുന്നോട്ട് കയറ്റി നിർത്തി. അഖിലിനോട് ഓരോന്ന് പറഞ്ഞു വശത്താക്കി അവനും നന്ദിനിയെ കല്യാണം കഴിക്കുന്നുള്ള രീതിയിൽ അവനെ കൊണ്ട് പറയിപ്പിച്ചു. അത് സഹിക്കാൻ വയ്യാതെ പാവ ശിവാനി വീട്ടിൽ നിന്ന് പോയി ആത്മഹത്യ ചെയ്തു. ഇതെന്തൊരു ദ്രോഹമാണ്, വഞ്ചനയാണ്. ഇതൊക്കെ ചേച്ചി എങ്ങനെ താങ്ങുന്നത്? വിവാഹ പ്രായത്തിലുള്ള പെണ്ണ് മരിച്ചുപോയാ, അതിലും നമ്മുടെ ബന്ധുക്കൾ കാരണക്കാരായ ഈ വേദന എങ്ങനെ താങ്ങും? വസുവേടത്തിയോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. നീ ഇളയതായതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദമയന്തി അങ്ങനെ വെറുതെ വിടുവോ? വസുവിന് നല്ലൊരു പണി കൊടുക്കില്ലേ? എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാ, വസുവേടത്തിയെ എതിർക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ പറ്റിച്ച് വിവാഹമോചനം വാങ്ങിത്തന്ന് ഉടു തുണിയോടെ വീടിന് പുറത്താക്കി. ഗർഭിണിയായിരുന്നിട്ട് കൂടി ഞാൻ സമാധാനത്തോടെ ആയിരുന്നേ. ദമയന്തി നിന്നെ പോലെയൊന്നല്ല. ഇവള് വലിയൊരു ധൈര്യശാലിയാ. ഈ വസു ആരാന്നാ? അവളുടെ മുതുമുത്തശ്ശി വന്നാലും ഈ ദമയന്തിയുടെ മുന്നിൽ നിൽക്കില്ല. അന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇന്ന് നിങ്ങളുടെ മോളെ കൊന്നു കളഞ്ഞു. നാളെ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ശരിയായ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. തീർച്ചയായിട്ടും ചെയ്തു കാണിക്കും. അതിനുവേണ്ടിയാ ഞാനും ഇരിക്കുന്നേ. എന്റെ മകളുടെ മരണത്തിന് കാരണമായവരെ ഞാനങ്ങനെ എളുപ്പത്തിൽ വെറുതെ വിടുവോ? ജീവനോട് ഇരിക്കുമ്പോ തന്നെ ആ വസുവിന് ഞാൻ നരകം കാണിച്ചു കൊടുക്കും. ശരി കാർത്തികേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നേ? ഞങ്ങള് പോവാ. വാ ദമയന്തി. ഒരു മിനിറ്റ്, നീ ഇവിടെ നിക്ക്. പണ്ടെങ്ങാണ്ടോ കാർത്തികയ്ക്ക് കടം കൊടുത്തായിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ ഞാൻ മറന്നുപോയി. ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ വിളിച്ച ഉടനെ വന്ന് ദമയന്തിയുടെ വെറുപ്പ് കൂടുന്ന രീതിക്ക് കുറച്ച് ഡയലോഗ് അടിച്ചതിന് വളരെ നന്ദിയുണ്ട് കാർത്തികേ. ഇതിനൊക്കെ എന്തിനാ ആന്റി താങ്ക്സ് പറയുന്നത്? വസുവേടത്തിയോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ദമയന്തി മുഖാന്തരം ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ദിവസവും വന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിന്റെ ആവശ്യം വരുമ്പോ ഞാൻ പറയാം. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു നേരം മുമ്പേ അബി വസുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ശിവാനിയെ കൊന്ന ആ കൊലയാളി ഏതോ ഒരു ക്യാബിലാ കയറിപ്പോയത്.
ആ ക്യാബ് ഡ്രൈവർ കൊലയാളി കാണുമ്പോ പറയാന്നാ പറഞ്ഞത്. അബിയും വസുപ്പ് അവനെ കാണാനാ പോയിരിക്കുന്നെ. എത്രയും വേഗം ആ കൊലയാളി ആരാണെന്ന് അവർ കണ്ടുപിടിക്കും. അറിഞ്ഞ ഉടനെ ആ കൊലയാളി ആരാണെന്ന് ഞാൻ പറയാം. ശരി, ഞാൻ പോവാ. ആ ദമയന്തി അവിടെ വെയിറ്റ് ചെയ്യാം. ആ ഡ്രൈവർ എന്നെ കുറിച്ച് വസുവേടത്തിയോടും അഭിയേട്ടനോടും പറയുവാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കുടുങ്ങും. ഇനി ഞാൻ എന്ത് ചെയ്യും? ശരി, വാ മോളെ, നമുക്ക് പോവാം. വാ. കാർ ഡ്രൈവറോട് സംസാരിച്ച ആ ലേഡിയെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലേ? ഒരു കാരണവശാലും ആ ഡ്രൈവർ എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ന് അവളെ കിട്ടിയിരിക്കും വസുന്ധര. എന്നിട്ട് നമുക്കവളെ പോലീസിൽ ഏൽപ്പിക്കാം. ആക്ച്വലി ഇത്രയും ഫാസ്റ്റായിട്ട് അഭിയേട്ടനും വസുവേട്ടത്തെയും എങ്ങനെയാ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? ക്യാബ് ഡ്രൈവറെ പറ്റി അവരെങ്ങനെയാ അറിഞ്ഞത്? കൊലയാളി എത്ര ശ്രദ്ധിച്ചാ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെക്കും. അഭിയേട്ടനും വസുവേട്ടത്തേക്കും ഞാൻ പിടികൊടുക്കാൻ പാടില്ല. ഞാനൊരു ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ അവരെന്നെ കൊന്നുകളയും. അവര് ഇറങ്ങിയോ ഇല്ലയെന്ന് ഫോൺ ചെയ്ത് ചോദിക്കോ സാർ? ശരി. ഹലോ, പറഞ്ഞോളൂ. സാർ, നിങ്ങൾ പുറപ്പെട്ടോ ഇല്ലയോ? ശ്രീനുവിന് ഡ്യൂട്ടിക്ക് പോണ്ടതാ. സർ, ഞാനിത് എത്താറായി. ജസ്റ്റ് 5 minutes. ഓക്കെ സാർ, പെട്ടെന്ന് വാ. ഓക്കെ. അതാ അവർ വന്നു കഴിഞ്ഞു. നമസ്കാരം. ഇവനാണ് ശ്രീനു, നിങ്ങൾ ചോദിച്ച ഡ്രൈവർ. ആ ശ്രീനു, ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്റെ മുതലാളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാർ. അന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്ത പെൺകുട്ടിയുടെ വിവരങ്ങൾ വേണം. അത്രയല്ലേ ഉള്ളൂ സാർ. ആ അതെ. ആ ലേഡി കാണാൻ എങ്ങനെ ഇരിക്കും? നല്ല മെലിഞ്ഞ പൊക്കം കുറഞ്ഞൊരു കുട്ടിയാ. മെലിഞ്ഞിട്ട് പൊക്കം കുറഞ്ഞൊരു പെൺകുട്ടിയോ? നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയായിട്ടും തോന്നി. അവര് കൊലപാതകം ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. പക്ഷേ അവരുടെ സംസാരം എന്തോ പോലെയായിരുന്നു. ഇയാള് പറയുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ കാർത്തികയാണെന്നാണോ? അതെ, എനിക്കും അങ്ങനൊരു സംശയമുണ്ട്. വസുന്ധര, നിന്റെ കയ്യിൽ കാർത്തികയുടെ ഫോട്ടോ ഇല്ലേ? അത് ശ്രീനുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ ലേഡിയാണോ? ഈ പെൺകുട്ടി പറഞ്ഞോളൂ, ഇവളാണോ? അല്ല സാർ. ഒന്ന് ശരിക്കും നോക്കിയിട്ട് പറയോ? നല്ലപോലെ നോക്കിയിട്ടാ മാഡം പറയുന്നേ. ഈ പെൺകുട്ടി അല്ല മാഡം, അത് വേറെ പെൺകുട്ടിയാ. വേറെ പെൺകുട്ടിയാണെങ്കിൽ അത് ആരായിരിക്കും? ചിലപ്പോ വേറെ ഏതെങ്കിലും ലേഡി ആയിരിക്കും ഇത് ചെയ്തത് ഏട്ടാ. നമ്മള് പോലീസിനോട് പറഞ്ഞ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ വെക്കില്ല ഏട്ടാ. യെസ്, പോലീസുകാരുടെ കയ്യിൽ പഴയ കുറ്റവാളികളുടെ പ്രൊഫൈലും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. ശ്രീനു, പോലീസുകാരുടെ എൻക്വയറി ഉണ്ടാവും. ഞങ്ങളോട് കുറച്ചൊന്ന് കോപ്പറേറ്റ് ചെയ്യണേ. ഓക്കെ സാർ, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ശരി. വസുന്ധര. ഓക്കെ സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. എടാ, സൂക്ഷിക്കണം. കള്ളനെയും കൊലപാതകയൊന്നും നമ്മുടെ കാറിലേക്ക് ഏറ്റരുത്. ഓക്കെ സാർ. വളരെ താങ്ക്സ് ബ്രദർ, അവരോട് എന്നെ കുറിച്ച് പറയാതിരുന്നതിന്. നിങ്ങൾ എനിക്ക് പണം തന്നില്ലേ മാഡം, അതാ ഞാനൊന്നും പറയാത്ത. ഡ്രൈവർ ബ്രദർ, നിങ്ങൾ അന്നെൻ്റെ കാറിൽ കയറിയ പെൺകുട്ടിയില്ലേ? നിങ്ങൾ ഏതൊരു പെൺകുട്ടിയെ കൊന്നിട്ട് എല്ലാവരും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. അറിയാം. അധികം വൈകാതെ തന്നെ അവരിങ്ങോട്ട് വരും. നിങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. പറയാൻ പാടില്ല. എന്തുകൊണ്ട് പറഞ്ഞൂടാ?
നിങ്ങളൊരു പെൺകുട്ടിയെ കൊന്നില്ലേ? നീ പറഞ്ഞ അവരെന്നെ കൊന്നുകളയും. പറയാതിരുന്നാ ഈ പണം ഞാൻ നിനക്ക് തരും. മൊത്തം എനിക്കാണോ മാഡം? നീ ആവശ്യപ്പെട്ടാൽ ഞാൻ ഇനിയും പണം തരും. പക്ഷെ എന്നെപ്പറ്റി ആരോടും പറയരുത്. ശരി മാഡം, ആരോടും പറയില്ല. എന്തെങ്കിലും വഞ്ചന കാണിച്ചാ നിന്നെ ഞാൻ കൊന്നുകളയും. നിങ്ങൾ അത്രയും വലിയ വാണിംഗ് തന്ന് പിന്നെ കയ്യിൽ പണവും കൂടെ തന്നപ്പോ എങ്ങനെയാ മാഡം ഞാൻ പറയുന്നത്? പക്ഷെ ഒരു കാര്യം, എന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുക. സുപ്രീം കോർട്ടിൽ പോയാൽ പോലും നീ എന്നെക്കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. അറിയാം മാഡം, നിങ്ങൾ എന്നെയും കൊന്നുകളായി. ഗുഡ്. കാറ് നിർത്ത്. മർഡർ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞു. അടുത്തത് അഖിലിന്റെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കണം. ആർക്കു വേണ്ടി ഭാവന വെയിറ്റ് ചെയ്യുന്നേ? ശിവാനിയുടെ കേസിൽ എന്തോ തെളിവുകൾ ശേഖരിക്കാൻ പോയ അബിയും വസുവും എന്തായിട്ടാ തിരിച്ചെത്താത്തെ? ആ കാറിന്റെ ഡ്രൈവർ അന്വേഷിച്ച് പോയിരിക്കുക. അവർ വന്നോളും, നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നോ? അതൊക്കെ ആയിട്ടുണ്ട് ഏട്ടാ. എന്നാ പിന്നെ ഡൈനിങ് ടേബിൾ അത് കൊണ്ടുപോയിക്കേ, കഴിക്കാനുള്ള സമയമാവുമല്ലേ? ശരി ഏട്ടാ. അബി, പോയ കാര്യം എന്തായി? ആ കാറിന്റെ ഡ്രൈവറെ കിട്ടിയായിരുന്നോ? കിട്ടിയേട്ടാ, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോ ക്യാബ് ഡ്രൈവർ ശിവാനിയുടെ കൊലയാളികളെ പറ്റി ഒരു വിവരം പറഞ്ഞില്ലേ അബി? അവൻ പറഞ്ഞു ചേച്ചി, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല. അപ്പോ കേസ് വീണ്ടും തുടങ്ങിയിട്ട് തന്നെ നിൽക്കണോ? എത്ര നാളെ നിങ്ങൾ എൻക്വയറി ചെയ്താലും ആ കേസ് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്താ കാര്യം എന്നറിയോ? ശിവാനി ജീവനോടെ ഉള്ളപ്പോ അവക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ല. മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പോവാ? ദമയന്തി, ഞങ്ങൾ ഞങ്ങളുടെ ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം അവള് ജീവനോടുള്ളപ്പോ ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ജീവനോട് ഇരുന്നപ്പോ അവളെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്താതെ കൊല ചെയ്തിട്ട് അവൾ ഇല്ലാണ്ടാക്കി. എന്നിട്ട് മരിച്ചു പോയവളെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? ശിവാനിയുടെ മരണത്തിന് ഞങ്ങളൊന്നും അല്ല കാരണക്കാര്. നിങ്ങളാണ് കാരണം. മുഖ്യമായിട്ട് ഈ വസുവാണ് കാരണം. എന്റെ മകളെ മാറ്റി നിർത്തി വേറെ ഒരുത്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാ എന്റെ മകൾ മരിച്ചത്. ഇതിനെല്ലാം കാരണം വസുവാണ്. എത്ര പ്രാവശ്യമായിട്ട് ഈ വാക്ക് പറയുന്നത് ദമയന്തി? ഞാൻ ക്ഷമിച്ചും സഹിച്ചും നിന്നിട്ട് പോലും ഓരോ തവണയും ഞാൻ തന്നെയാണ് തെറ്റുകാരിന്ന് അതിനെ വിട്ട് സംസാരിക്കുകയാണല്ലോ. എന്റെ മകൾ മരിക്കുന്നതിന് മുൻപ് എഴുതിയ കത്തിൽ പോലും നിങ്ങളുടെ പേരാണുള്ളത്. ശിവാനി ആത്മഹത്യ ചെയ്തതല്ല ദമയന്തി, അവളെ ആരോ കൊല ചെയ്തതാ. എത്ര തവണ ഞാനിത് പറഞ്ഞു. കൊന്നതോ ആത്മഹത്യയോ അവൾ ഇവിടുന്ന് പുറത്തു പോകാൻ കാരണം നീയല്ലേ? ശിവാനി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പോയി അവളായിട്ട് ആപത്തി ചാടിയതാ. എല്ലാത്തിനും വസുന്ധര എങ്ങനെ കാരണമാവുന്നേ? ശിവാനിയെ കൊന്ന കൊലയാളി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തും. ആ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ശിവാനിയുടെ ആത്മാവിന് നിത്യശാന്തി വാങ്ങിക്കൊടുക്കും. എന്താ അബി? എന്തിനാ ദമയന്തിയോട് ദേഷ്യപ്പെടുന്നേ? കണ്ടില്ലേ അമ്മേ, ശിവാനി ജീവനോടെ ഉള്ളപ്പോ കല്യാണം കഴിപ്പിച്ചില്ല. ഇനി അവളുടെ ആത്മാവിന് ശാന്തി കൊടുക്കും അത്രേ. ശിവാനി ജീവനോടെ ഉണ്ടായിരുന്നപ്പോ തന്നെ അവൾ അഖിലിന് യോജിച്ച പെണ്ണല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ശിവാനിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു പയ്യനെ നോക്കി അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കാമെന്നും പറഞ്ഞു. ശിവാനി നിങ്ങളുടെ മകള് മാത്രമല്ല, അവൾ എനിക്ക് എന്റെ അനിയത്തെ പോലെയായിരുന്നു. ഈ സ്ഥാനത്ത് നിങ്ങളുടെ മകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ ഉള്ളതല്ലേ? ശിവാനിയുടെ ശാപം നിങ്ങൾ വിടില്ല. ദമയന്തി, ശപിക്കുന്നോടി നീ?
ലോകം എന്താണെന്നറിയാത്ത രണ്ട് കൊച്ചുകുട്ടികളെ നിനക്ക് എങ്ങനെ ശപിക്കാൻ കഴിയുന്നേ? അങ്ങനെയല്ല ദമയന്തി, സംസാരിച്ചത് മതി, അകത്ത് പോ. അങ്ങനെയല്ലമ്മേ. പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടത്തി, വിളിച്ചോണ്ട് പോ. വാടി, ഇവിടെ നമ്മുടെ വിഷമങ്ങളൊന്നും ആരും കേൾക്കില്ല. നടക്ക്. ദമയന്തി മകള് മരിച്ച ദുഃഖത്തിലിരിക്കുക. അവളോട് കുറച്ച് ക്ഷമയോടെ സംസാരിക്കാൻ നോക്ക്. ഏട്ടാ, ക്യാബ് ഡ്രൈവർ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞെന്ന ഡീറ്റെയിൽസ് ഒന്നും ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഏട്ടാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോലീസ് കോപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് അവരും അന്വേഷിക്കുന്നുണ്ട്. എനിക്കെന്തോ ക്യാബ് ഡ്രൈവർ കള്ളം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ അവന് കാണിച്ചു കൊടുത്ത ഫോട്ടോ കണ്ട ഉടനെ അവന്റെ മുഖത്തൊരു വിളർച്ചയുണ്ടായിരുന്നു ഏട്ടാ. അത് ഞാനും ശ്രദ്ധിച്ചതാണ് വസുന്ധര. ആ ഡ്രൈവർ നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. അപ്പോ ആ കാറിന്റെ ഡ്രൈവറും കൊലയാളിയുടെ കൂട്ടാളിയാണോ? അതുകൊണ്ടാണോ ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാതിരുന്നത്? അപ്പൊ അവരെ കുറിച്ച് പോലീസിനോട് പറഞ്ഞാലേ അവരെന്തായാലും എൻക്വയറി നടത്തുമല്ലോ അബി. നാളെ ആ ജോലിയെ ചെയ്യാൻ പോകുന്ന ചേച്ചി. 24 മണിക്കൂറിനുള്ളില് ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. ക്യാബ് ഡ്രൈവറെ ആരുടെ ഫോട്ടോ എടുത്ത് കാണിച്ചത്? എന്തു പറ്റി കാർത്തികേ? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഓൾമോസ്റ്റ് ഇന്ന് എന്റെ കഥ കഴിഞ്ഞാണ് മാഡം. ശിവാനിയുടെ കാര്യത്തില് ബസ് എടുത്തിയ അഭിയേട്ടനും എന്നെ പിടികൂടിയേനെ. നീ ആ സ്പോട്ടിൽ ഒരു വിധത്തിലുള്ള എവിഡൻസും വിട്ടുപോയിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? സോറി മാഡം, അത് എന്റെ ചെയിൻ ആ സ്പോട്ടിൽ വീണു പോയിരുന്നു.